അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനമായ ഈ നബിദിനത്തിൽ ചില വീഡിയോകളും പ്രോഗ്രാമും ഒക്കെ കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്ത പ്രയാസം തോന്നി. ഉള്ളത് പറയാമല്ലോ, ഒരാളെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ചില പെൺകുട്ടികൾ വരെ രംഗത്തിറങ്ങുന്ന വീഡിയോകൾ കണ്ടു. ചില ആളുകൾ DJ വെച്ചുകൊണ്ട് അവരാടിത്തിമിറുക്കുന്നതായിട്ടും കണ്ടു. അവരോട് എനിക്ക് പറയാനൊന്നുമില്ല. കാരണം അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ മൗനികളായിട്ട് അതിന് സമ്മതം മൂളുന്ന ആ നാട്ടിലെ കാരണവന്മാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ, അവിടുത്തെ ഉസ്താദുമാർ, സദറടക്കമുള്ള ആളുകളോടാണ്. നിങ്ങൾക്ക് ദീൻ എന്താണെന്ന് അറിയൂലേ? ഈ ആടിത്തിമിർക്കുന്ന ആളുകൾക്ക് ദീനിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയൂല എന്നതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആടണം, പാടണം, തിമിർക്കണം, അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ എന്താണ് നബിദിനമെന്ന് കൃത്യമായിട്ട് അവർക്കൊരു ക്ലാസ് കൊടുത്തിരുന്നെങ്കിൽ, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവരാ ചെയ്യുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. തോന്നുകയല്ല, അതന്നെയാണ് യാഥാർത്ഥ്യം. അവർക്ക് എന്താണെന്ന് അറിയില്ല യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനം. അതുകൊണ്ടാണല്ലോ DJ അടക്കം വെച്ചുകൊണ്ട് അവരെ ആടിത്തിമിർക്കുന്നത്. ചില പെൺകുട്ടികളും രംഗത്തിറങ്ങുന്നതൊക്കെ ആയിട്ട് കണ്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാം ഒരിക്കലും പെണ്ണിനെതിരല്ല. ഈ ആൺകുട്ടികളുടെ പ്രോഗ്രാമിൻ്റെ സമയത്ത് എന്തുകൊണ്ട് പെൺകുട്ടികളുടെ പ്രോഗ്രാമും അതുപോലെ നടത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന ആളുകളോടാണ്. പെൺകുട്ടികളുടെ പരിപാടി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഓഫ് സ്റ്റേജ് പരിപാടികളും ആൺകുട്ടികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ഗംഭീരമായിട്ടുള്ള പരിപാടികൾ പെൺകുട്ടികളുടെ ഓൾറെഡി കഴിഞ്ഞതാണ്. പിന്നുള്ളത് ഇസ്ലാമിന് ഒരു നിയമമുണ്ട്. ഇസ്ലാമിന് നിയമം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമം മുഴുവൻ കാടത്വമാണെന്ന് പറയുന്നവരോടാണ്. ഓരോ മതങ്ങൾക്കും നിയമങ്ങളുണ്ട്. ആ മതം അനുശാസിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങളെ ഫോളോ ചെയ്യുന്നവരാണ് ഈ മതത്തിൻ്റെ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. അതല്ലാത്തവരും മുഴുവനും ആ മതത്തിലെ നാമധാരികൾ മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കുക. നബിദിനം എന്ന് പറയുന്നത് നമുക്ക് തോന്നിയതുപോലെ ആഘോഷിക്കാനുള്ളതല്ല. നബിദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. പക്ഷെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അങ്ങേയറ്റം വേദനയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അടുത്ത നബിദിനത്തിനെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു.